മഹത്വനാമത്തെ കീർത്തിപ്പാന. Who is
വിശ്വാസം അറിയിക്കും. പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയ അച്ഛന്മാരെ, വന്നിയാതിരിക്കുന്നവരെ, ഞാൻ ഏപ്രിൽ 30 വരെ ബാംഗ്ലൂർ ബഥേൽ മാർത്തോമായുടെ ഒരു വികാരിയായിരുന്നു. സോജി കുടുംബമായിട്ട് എൻ്റെ ഇടവഴിയിലെ അംഗങ്ങളും ഇടവഴി എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നേതൃത്വത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഇവരെ പറഞ്ഞത്. ഞാനിപ്പോൾ റിട്ടയർ ചെയ്ത് തലവടിയാണ് സ്വദേശത്ത് താമസിക്കുന്നത്. കൂടാതെ ഡോക്ടർ സോണിയുമായിട്ട് ഞാൻ ഉണ്ണിക്കുളം ശാരീരികമായിരുന്നപ്പോൾ പരിചയപ്പെടുന്നതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. വേർപാടിൻ്റെ ദുഃഖം, അതിൻ്റെ തീവ്രത ഏറ്റവും അടുത്തറിയുന്ന ഒരു ദിവസമാണ് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ മരണത്തിനപ്പുറമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന നിത്യഭവനത്തിൽ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കാണാം എന്നുള്ളതാണ്. എങ്കിൽ ലോകപ്രകാര വേർപാട് നമുക്ക് വളരെ ദുഃഖകരമാണ്. മാനുഷികമായിട്ട് ആശ്വസിപ്പാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എന്ന പദപ്രയോഗം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയ മാതാവിന്റെ ധന്യമായ ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സോജി കുടുംബവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായിരുന്നു. അവരുടെ സ്നേഹം എല്ലായ്പ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചാണ്. കൂടാതെ വിവിധ പ്രവർത്തനങ്ങളിലെ പ്രിയ കുഞ്ഞുങ്ങളെ വയറിലെ സന്ദർശിക്കുന്ന പല കാര്യങ്ങളിലൊക്കെ വളരെയധികം പങ്കാളിത്തം വഹിച്ചു. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളോട് ഞാൻ റിട്ടയർ ചെയ്തെങ്കിലും അവിടുത്തെ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് എൻ്റെ വ്യക്തിപരമായ നാമത്തെ ഇതേവരെ എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം അവരെ ഏറ്റവും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത ദൈവത്തിൻ്റെ പരിശുദ്ധനാമമായിട്ട് പെരുമാറട്ടെ. ബഹുമാനമുള്ള സൃഷ്ടി കുടുംബാംഗ ദൈവത്തിന് പ്രിയ മാതാവിൻ്റെ പ്രമാണിക്കുന്നവരെ ദൈവങ്ങൾക്ക് സകല ബുദ്ധിയും കഴിയുന്ന ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഇടവകയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 34 വയസ്സുള്ള ഒരു യുവാവ് കിഡ്നി ഫെയിലിയറായി ദൈവസന്നിധിയിലെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് 32 വയസ്സുള്ള ഒരു യുവാവ് പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ചു. ജീവിതത്തിൽ ഇതെല്ലാം ഈ മരണത്തെ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിനപ്പുറമുള്ള ജീവിതമാണ് പ്രത്യാശ നൽകുന്നത്. എൻ്റെ കസിൻ മീന, എൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സോണി, ആ ബന്ധത്തിലാണ് വരുവാനായിട്ട് സാധിച്ചത്. രോഗിയായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് വരണമെന്ന് ആഗ്രഹിച്ചു, സാധിച്ചില്ല. മരണവാർത്ത എൻ്റെ മറ്റൊരു കസിൻ രാവിലെ 10 മണിക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അത്. എന്നാൽ കുടുംബമായി ശാന്തമായി ദൈവസന്നിധിയിലിരിക്കുന്ന ഈ കുടുംബത്തിന് വലിയ പ്രത്യാശ ഉണ്ടെന്നുള്ളതിന് 2 പക്ഷമില്ല. കുഞ്ഞുങ്ങൾ 3 പേരും ആ പ്രത്യാശയിൽ നിൽക്കുന്നു. ഈ പ്രത്യാശയിൽ നിലനിൽക്കാൻ ദൈവം തന്നെ അവരെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതൃകുടുംബമായ മല്ലപ്പള്ളി പനവേലിൽ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഈ ഭവനത്തെ അറിയിക്കുന്നു. CSI സഭയുടെ പ്രാർത്ഥനയും ഈ ഭവനത്തെ അറിയിക്കുന്നു. കർത്താവിൻ വരവിൽ വീണ്ടും കാണാനുള്ള പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ബഹുമാനമുള്ള അച്ഛനോടുള്ള നന്ദിയും അറിയിക്കും. ബഹുമാനപ്പെട്ട പ്രിൻസ് വർഗീസ് മറ്റുള്ള സൺഡേ സ്കൂൾ സമാജ പ്രസിഡന്റ് സെക്രട്ടറി.
ഞാൻ ചെറുപ്പത്തിലാകുമ്പോൾ താമസിക്കുന്ന ഞായറാഴ്ചകളിലൊക്കെ പല ഞായറാഴ്ചകളിലും പാലക്കുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അതുവഴി പ്രിയപ്പെട്ട സോനിച്ചാനെയും കുടുംബത്തെയും മാതാവിനെയും ഒക്കെ അടുത്തറിയുവാൻ നല്ല ബന്ധം കാത്ത് ശുശ്രൂഷിക്കുവാനും വ്യക്തിപരമായി എനിക്കൊരു കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല എൻ്റെ ബ്രദർ തോമസിൻ്റെ ഫാദറിൻ്റെ മാവി കൂടിയാണ് പ്രിയപ്പെട്ട മെസ്സി. അങ്ങനെയും ഞങ്ങൾ ഫാമിലിയായി ഈ കുടുംബത്തോട് അടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരവസരത്തെ നൽകി. പ്രിയ മാതാവിനെ വളരെ നന്ദിയോടുകൂടി മാതാവിൻ്റെ ജീവിതത്തെ ഞാൻ ഓർക്കുന്നു. ദൈവത്തോടൊപ്പം നടന്ന ഒരാളാണ്. ക്രിസ്തീയ ജീവിതം ഒരു ഹോപ്പ് ഫിൽഡ് ലൈഫാണ്, പ്രത്യാശ നിർഭരമായ ഒരു ജീവിതമാണ്. അമ്മച്ചിയുടെ ജീവിതത്തിൽ അത് ഏത് സമയവും അമ്മച്ചിയോട് സംസാരിക്കുമ്പോഴും അമ്മച്ചിയെ കാണുമ്പോഴും ആ പ്രത്യാശ വിളങ്ങിയിരുന്ന ഒരു വലിയ ജീവിതമാണ്. തീർച്ചയായും ഒരു മാതാവിൻ്റെ വേർപാട് എന്ന് പറയുമ്പോൾ ഇറീപ്ലേസിബിൾ ആണ്. ഒരു മദർ ആകുന്നുവല്ലോ, നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനും പ്രത്യേകിച്ച് അതൊരു വലിയൊരു ക്ലൂ ആണ്. അപ്പം അമ്മയുടെ അസാന്നിധ്യം അല്ലെങ്കിൽ വേർപാടെന്ന് പറയുന്നത് അത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാവുന്ന ഒന്നല്ല. എന്നാൽ തീർച്ചയായും കർത്താവിന് ആ വിടവ് നികത്തുവാനായിട്ട് കഴിയും. പ്രിയ മാതാവ് പ്രത്യാശ വെച്ചിരുന്ന ആ കരയിൽ നമ്മൾ പ്രിയ മാതാവിനെ കാണാം എന്നുള്ള പ്രത്യാശയും എൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ രീതിയിലുള്ള ഞങ്ങളുടെ അനുശോചനം ഈ കുടുംബത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മളെ ആശ്വസിക്കുമാറാകട്ടെ. ഇടവകയിലെ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസസ് ഡെയ്സി മാത്യു അനുശോചനം അറിയിക്കും. ശ്രേഷ്ഠ വൈദികർ, കുഞ്ഞോളമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമേ, നമ്മുടെ പ്രിയ കുഞ്ഞോളമ്മയെ യാത്രയയപ്പിന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരുമേ ക്രിസ്തുയേശുവിലുള്ള സ്നേഹം. കുഞ്ഞോളമ്മയെ കുറിച്ച് പറയാൻ വളരെ അധികമുണ്ട്. ആദ്യം സേവിക സംഘത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ. ദീർഘവർഷം സേവിക സംഘത്തിന്റെ ട്രഷറായി കുഞ്ഞോളമ്മ എങ്ങനെയെല്ലാം സേവിക സംഘത്തെ വളർത്തിക്കൊണ്ടുവരാം എന്ന ആശയം, സേവിക സംഘത്തിന്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഏത് സമയവും ശരിയും അതിനൊരു ചെറിയ സമയം കിട്ടിയാൽ അത് ഏറ്റവും അധികം ഉപയോഗിക്കുക. ഇത് വളർത്തിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇടവകയ്ക്ക് വേണ്ടി എന്നും ഇടവകയിൽ ചെയ്യണം, എൻ്റെ ഇടവക വളരണം, ഈ ഒരു ചിന്തയോടുകൂടിയാണ് അമ്മ അവിടെ പോകുന്നത്. ഞങ്ങൾ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ മലകളൊക്കെ കയറി ഇറങ്ങാൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ ഭവന സന്ദർശനമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞാമാരുടെ ഭവനത്തിലാണ് ഞങ്ങൾക്ക് ഊണ്. അത് വളരെയധികം സ്നേഹത്തോട് അത് വിളവിലിരുന്ന ആ സന്തോഷം അത് ഭയങ്കര. അത് കൊച്ചുമക്കളിലേക്ക് വരെയും പകർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ട കാര്യം. ആ കുഞ്ഞുങ്ങൾക്കും അത് നമ്മൾക്കൊന്ന് വിളമ്പി തരുന്നതിന്റെ ആ സന്തോഷം വളരെയധികം. അത് അമ്മാമ്മയിൽ നിന്നാണ് പകർന്ന് കിട്ടിയത് എന്നുള്ളൊരു സംശയം. ഒരു ടൂറ് ക്രമീകരിച്ചാൽ തന്നെ ഇടവകയിൽ നിന്ന് പോകുന്നതായി ഏറ്റവും സന്തോഷകരം. വേണമെങ്കിൽ അവർക്ക് കുടുംബമായിട്ട് പോകാം. എന്നാൽ ഇടവക അല്ലെങ്കിൽ സേവിക സംഘം, സൺഡേ സ്കൂൾ
ഇതൊക്കെ ഒന്നിച്ചു ചേർന്ന് പോകുന്നതായി ഏറ്റവും സന്തോഷകരമായ ഒരനുഭവം. അങ്ങനെ ഒരു രീതിയാണ് കുഞ്ഞമ്മ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രശംസനീയമാണ്. പലപ്പോഴും കുടുംബം തന്നെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന പലരുമുണ്ട്. എന്നാൽ ഈ കുടുംബത്തിൽ ഞാൻ പ്രത്യേകിച്ച് കാണുവാൻ സാധിച്ചത് എനിക്കത് ഞാൻ പലപ്പോഴും അതെടുത്ത് പറയാറുണ്ട്. അത് അമ്മമ്മയിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതിനും യാതൊരു സംശയവും. ഏറ്റവും അധികം സേവികാ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സാധനം ആരെങ്കിലും കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ കൊടുത്തിട്ട് അല്പം മിച്ചം വന്നാൽ അത് ലേലം ചെയ്ത് ആ പൈസ സേവികാ സംഘത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ അടുത്ത വരും. അങ്ങനെ ഒരു ചെയ്യുന്ന എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരുന്നു കുഞ്ഞമ്മ മുൻപോട്ട് പോകുന്നത്. കൊടുക്കുന്നതിലും കൊടുപ്പിക്കുന്നതിലും തരാത്തവരോട് ചോദിച്ചു വാങ്ങിക്കുന്നതിനും പ്രത്യേക ഒരു കഴിവ് കുഞ്ഞമ്മയ്ക്കുണ്ട്. ഇതൊക്കെ എടുത്തു പറയട്ടെ. എല്ലാം ഇടയ്ക്ക് വേണ്ടി എൻ്റെ ഇടവക നന്നായി പോകണം, ഇങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടിയായിരുന്നു അമ്മ പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും അത് പകരുവാൻ ഇടയായി. കാരണം മക്കളെല്ലാവരും ഈ ഒരു ഇടവകയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഇടവകയാണ്. യുവജന സഖ്യമായാലും സൺഡേ സ്കൂളായാലും എല്ലാം ഈ ഒരുമിച്ച് ഈ കുറച്ച് ആളുകൾ മാത്രമാണ്. അപ്പൊ യുവജന സഖ്യത്തെ കുറിച്ച് പറഞ്ഞാലും സൺഡേ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാലും എല്ലാം നമ്മളൊക്കെ തന്നെ മാത്രമാണ്. അതിൽ എല്ലാ സംഘടനയിലും ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് പൂവേലി കുടുംബം. അത് ഈ മാതാപിതാക്കൾ മക്കളിലേക്ക് പകർന്നതാണ്. യുവജന സഖ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ആരംഭം മുതൽ തന്നെ ഇവർ 3 പേരും, ഡോക്ടർ സോണി, സോജൻ, ഞങ്ങൾ അമ്പിളി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന സോമിനി, ഇവർ 3 പേരും ഇവിടെ നന്നായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ അടുത്ത ജനറേഷൻ കുഞ്ഞുങ്ങൾ എല്ലാവരും നല്ല പ്രവർത്തനത്തിൽ ആകുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഈ സമയം അറിയിക്കുക. സൺഡേ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാലും അത് തന്നെ. സൺഡേ സ്കൂളിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, ഏതെങ്കിലും ഒരു പരിപാടി നടത്തേണ്ടി വരുമ്പോൾ ഞാൻ ഡോക്ടർ സോണിയോടൊന്ന് വിളിച്ച് പറയും, ഒരു പാട്ട് ഒന്ന് എഴുതിയേക്കണം, ഒരു നിമിഷ കവിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഈ പള്ളിയുടെ പൂർവ്വകാല ചരിത്രം മുതൽ ഒരു പാട്ട് റെഡിയാണ്. ഒന്നിൽ ഒരു വള്ളപ്പാട്ടായിട്ട് അല്ലെങ്കിൽ കോലടിയായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതെല്ലാം ഈ മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നും അവർ പ്രവർത്തന നിരതരാണ്. വളരെ വിനയത്തോടെ സ്നേഹത്തോടെ എല്ലാ കാര്യത്തിലും. ഡോക്ടർ സോണിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. പാത്രം കഴുകണോ പാത്രം കഴുകും, ചൂലെടുത്ത് ചില ഞായറാഴ്ച വരുന്നവനെ ചൂലും കൊണ്ടാണ് വരുന്ന, ചൂലെടുത്ത് തൂക്കണോ അത് ചെയ്യും. എല്ലാ കാര്യവും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാതെ മുൻപിലുണ്ട്. അത് എടുത്തു പറയത്തക്ക ഒരു സ്വഭാവം. ഈ കുടുംബം എല്ലാ കാര്യത്തിലും സേവികാ സംഘത്തിൽ അമ്മാവ നന്നായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ മീന അതേപോലെ തന്നെ പ്രവർത്തനത്തിലുണ്ട്. അവരുടെ ഈ പ്രവർത്തനത്തിന്റെ മധ്യത്തിൽ അതിന് തക്ക ഒരു ചെറിയ പ്രയാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ ജീവിതം അവസാനം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് അവസാന നിമിഷം വരെയും നല്ല സുബോധം ഉണ്ടായി. അത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. അവസാന നിമിഷം വരെയും സുബോധത്തോടെ ആയിരുന്നു. പിന്നെ പെട്ടെന്നുള്ള മരണം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ലെ മാസങ്ങളായി 2-3 മാസങ്ങളായി അല്പം ക്ഷീണത്തോടെ ഭവനത്തിൽ വിശ്രമിച്ചു. എല്ലാ ബന്ധുക്കൾക്കും എല്ലാ ഇടവകാംഗങ്ങൾക്കും എല്ലാവർക്കും ചെന്ന് കാണുവാൻ ഉള്ള അവസരം ദൈവം നൽകി. അതും ഏറ്റവും സ്നേഹത്തോടെ നമ്മോട് ഇടപെടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നന്നായി അവസാനമായിരിക്കാൻ തക്കവണ്ണം ദൈവം സാഹചര്യം ഒരുക്കി. അതുകൊണ്ട്
ആർക്കും ദുഃഖിക്കേണ്ട, അമിതമായി ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു മാതാവ് വിട്ടുപോകുമ്പോൾ അത് ഏറ്റവും വേദനയാണ്. കാരണം എല്ലാ മക്കളും ഏറ്റവും അത്യാവശ്യമായി ഓടി വരുന്നത് അമ്മയുടെ അടുത്ത്, പ്രത്യേകിച്ച് പെൺമക്കൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു. ആ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി ഒരാശ്വാസവാക്ക്. അത് ഒരു മാതാവ് വിട്ടുപോകുമ്പോൾ വളരെ വേദനാജനകമാണ്. കാരണം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നത് അവരെ വളർത്തിയത്, അവരോട് പറഞ്ഞ വാക്ക്, അവർക്ക് കൊടുത്ത സ്നേഹം, അവർക്ക് കൊടുത്തതല്ല ഇങ്ങനെ ഓർമ്മയിൽ കൂടെ പോകുന്ന ഒരു സമയം. അത് വളരെ വേദനയുളവാക്കുന്നത്. എന്നാൽ അതിലുപരിയായി അമ്മയെ പോലെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, അമ്മയെ പോലെയല്ല, അമ്മയെക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവൻ മനസ്സലിവുള്ള പിതാവാണ്. ഒരിക്കലും അവനൊരു ദോഷം നമ്മൾ ചെയ്യുകയില്ല. തക്ക സമയത്ത് നന്നായി ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവർത്തനം. അവൻ മനസ്സലിവുള്ള പിതാവാണ്, സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്. ഈ വേർപാടിന്റെ ദുഃഖത്തിൽ ആശ്വാസം തരുവാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ദൈവം അത് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വെറും പ്രത്യാശയല്ല, ജീവനുള്ള പ്രത്യാശയാൽ അവൻ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. അവരോടൊപ്പം ഈ സെന്റ് പോൾസ് മാർത്തോമ കുടുംബം അവരും ആ വേദനയിൽ പങ്കുകൊള്ളുക. എല്ലാ സംഘടനയും, സേവികാ സംഘം, യുവജന സഖ്യം, സൺഡേ സ്കൂൾ എല്ലാം ആ വേദനയിൽ പങ്കുചേരുന്നു. അത് നിങ്ങളോട് അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അതിനായി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതോടെ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇപ്പോൾ ഇടവകയെ പ്രതികരിച്ച വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ടി.സി. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ കുഞ്ഞുങ്ങളുടെ പാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോട് ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുന്നതിന് അകത്തായിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഡേസിക്ക് ഒരു നന്ദിയാണ്. എനിക്ക് പരീക്ഷയ്ക്കും ഒരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം എൻ്റെ കർത്തവ്യം 90% കുറച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഡേയ്സ് വിശദമായി സംസാരിക്കുകയും എനിക്ക് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അക്കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രത്യേകമായി നന്ദിയായിരിക്കും. ഞാൻ സെന്റ് പോൾസ് പാലാക്കുന്ന ഇടവകയെ പ്രതിനിധിച്ചാണല്ലോ ഇതിനു മുമ്പായി നിൽക്കുന്നത്. ഈ പാലാക്കുന്ന സെന്റ് പോൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നേതൃത്വവും വേണ്ട പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബമാണ് പൂവലുകുടുംബം. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായ സഹകരണവും സേവനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ദേവാലയം പണിയുന്ന സമയത്ത് ഞാനന്ന് 3-4 വർഷം ട്രസ്റ്റിയായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എനിക്കുള്ള അനുഭവത്തിൽ ഞാൻ പറയട്ടെ, വളരെ സാമ്പത്തികമായ സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയും വേണ്ട സഹായങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ഭവനങ്ങൾ മാത്രമുള്ളൊരു ഇടവകയാണ് നമ്മുടേത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു 53-54 വീടുകൾ മാത്രമാണുള്ളത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നത് ഇതുപോലുള്ള കുടുംബങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നമ്മൾ നല്ലതായി കാണുന്ന ഈ വലിയ കുരിശ് പൂവലിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വേണ്ട സഹായങ്ങൾ, വേണ്ട സഹകരണം ഇടവയ്ക്ക് വേണ്ടി ചെയ്തിരുന്നത് ഞാൻ ശ്രമിച്ച ഓർക്കുകയാണ്. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഡേയ്സ് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ ദൈവ ശിക്ഷണത്തിൽ വളർത്തുന്നതിനും
ഇടവയുടെ പ്രവർത്തനങ്ങളിൽ ദേവാലയത്തിലുള്ള ശിശുക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെയും വേണ്ടത്ര സഹകരണം നൽകുന്നതിനുള്ള ഉപദേശം നൽകിയവരെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞെങ്കിൽ കൂടി ഒരു മകൻ ബഹുമാനപ്പെട്ട അച്ഛന് സോണിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സോണിയെ കുറിച്ചാണ് പറയാനുള്ളത്. സോണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവയിൽ ലഭിച്ചതുമായ സേവനങ്ങൾ പ്രശംസനീയമാണ്. പല കാര്യങ്ങളിൽ കഴിഞ്ഞ 3-4 വർഷങ്ങൾ ട്രസ്റ്റിയായി ജോലി ചെയ്തു. സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള സമയത്തൊക്കെയും സോണിയാണ് അക്കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അനുഭവിച്ചതെന്നുള്ള പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായി നന്ദി സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി സേവാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളോടെയും പ്രവർത്തിച്ചതൊക്കെയും പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടിയും കരുതുന്നു പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. എന്നാൽ ഏതെങ്കിലും എതിർപ്പ് പറയുന്ന കാര്യങ്ങൾ അത് ശക്തമായി പറയുന്ന ഒരു ക്ലിയറമായ ഒരു കമാൻഡിങ് പൊസിഷൻ ഈ ദാസിനുണ്ടായിരുന്നു. അത് കുടുംബത്തിലുള്ള പ്രവർത്തനത്തിൽ വന്നു. അതുകൊണ്ട് മക്കളെല്ലാം വളരെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെയായിട്ടുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായിരിക്കുന്നു. ഈ മരണം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നടന്നിരിക്കും. അങ്ങനെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സമാധാനിക്കുക. ഈ മരണം നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിത്യവും ഈ ദാസിയെ കാണാമെന്നുള്ള പ്രതീക്ഷയോട് നമുക്ക് മുമ്പോട്ട് പോകാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ പ്രയാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാം അവിടുത്തെ ദിവ്യ സമാധാനം നൽകില്ലെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സെന്റ് പോൾസ് പാലാക്കുന്ന മൊത്തമായ ഇടവകളുടെ ആത്മാർത്ഥമായ അനുശോചനം ഈ സമയത്ത് ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്നു. ഇപ്പോൾ റീത്ത് സെക്രട്ടറി സമർപ്പിക്കുന്നതായി. ഇടവകയിലെ സംഘടനകളെ പ്രവർത്തികരിച്ച് ചുമതല സമർപ്പിക്കുന്നു. YMCA പ്രവർത്തികരിച്ച് YMCA സെക്രട്ടറി കുടുംബാംഗങ്ങളെ പ്രതികരിച്ച് സോണിയ സ്വന്തമായ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാനും
ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാകട്ടെ. പാലാകുന്ന ഇടവകേശ്വരത്തോളം ഒരു കുടുംബാംഗം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട സമയമാണ്. ഓരോ കുടുംബാംഗവും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വിലയേറിയതാണ്. കുഞ്ഞുങ്ങളായിട്ടുള്ള ജീവിതത്തെ ഓർക്കുമ്പോൾ ആ വിധത്തിൽ നമുക്ക് ദൈവത്തിന് സ്വാതന്ത്ര്യം കൈവരിക്കുവാൻ പ്രിയദാസി പാലാകുന്ന സെൻറ്റ് പോൾസ് ഇടവകയാകുന്ന കുടുംബത്തിന് നൽകിയ വലിയ ശുശ്രൂഷകൾക്ക് ലോകത്തിന് ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള താല്പര്യങ്ങളെ ദൈവനാമോഹത്തിനായി വ്യയം ചെയ്യുന്നതിന് കാട്ടിയ സമർപ്പണത്തിന് ദൈവത്തിന് സ്വാഗതം ചെയ്യാം. നമുക്ക് നൽകിയ നല്ല സ്നേഹം, കരുതൽ, ആത്മാർത്ഥമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നൽകി കാത്തു സൂക്ഷിക്കാനായിട്ട് ഇയാൾക്ക് നല്ല മാതൃക നിമിത്തമായി ദൈവം പിടിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ രോഗിയുടെ അനുശോചനവും ഇടവകയായി അറിയിക്കുന്നതോടൊപ്പം പ്രാർത്ഥനകളെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനത്താൽ ശാന്തിയാൽ നിങ്ങളെ നയിക്കട്ടെ. ഞാൻ പ്രധാനം ചെയ്യുന്ന NCR കുടുംബത്തിൻ്റെയും അനുശോചനവും ദുഃഖവും ഇതിലൂടെ ആയിരിക്കും. ലൈഫ് എക്സ്റ്റെൻഡ് ടു ഇറ്റേണിറ്റി, അതാണ് മരണത്തിലൂടെ നാം അനുഭവിക്കുന്നത്. ഈ ലോക ജീവിതം കൂട്ടിയിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചേരുകയാണ്. ലൈഫ് എക്സ്റ്റെൻഡ് ടു ഇറ്റേണിറ്റി, നാം ഇതരയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വാഗതം ചെയ്യാം. വിശ്വാസത്തോടും പ്രത്യാശയിലൂടെ വീണ്ടും കാണാനുള്ള വലിയ അനുഭവത്തിൽ നമുക്ക് ദൈവങ്ങളെ കാത്തിരിക്കാം. ദൈവാലയത്തെ ശുശ്രൂഷകരായ എല്ലാവർക്കും അത് ഇന്നുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ വായിക്കുന്ന സമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരണമുള്ളവരായ നിങ്ങളെ പാപത്തിൽ വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ചവരും മരണമില്ലാത്തതുമായ കർത്താവിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീക്കാതാക്കി നിന്റെ കൃപയാലതാമനെയും പാവമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്റെ ഉള്ളക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാത്കാരം തകർത്തു. നിന്റെ ഉയർത്തിനാൽ ഞങ്ങൾ ഉയർത്തുന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് മരണം പോലും വേർപെടുത്തിരിക്കുന്ന ഇതിന്റെ ദാസയുടെ നമസ്കാരത്തിന്റെ ഈ നേരത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയിലെ സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവരെയും സന്തോഷങ്ങളുടെ പ്രതികരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നൽകി ഭൂതലത്തിനോടെ ന്യായം നീക്കി അവരവരെ യോഗ്യമായിരിക്കുന്ന പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഭാഗത്ത് മക്കളായ കുഞ്ഞാളോട് ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയാക്കണമേ. പിതാവും പരിശുദ്ധവുമായ സ്തുതിയും സ്തോത്രവും നിനക്ക് പാടുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും വായുപോകാത്ത മഹിമയും ഇപ്പോഴും യോഗ്യരായിത്തരണമേ. ആശയങ്ങളുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങൾ കിടക്കുന്നവരെ ഉയർത്തിപ്പിക്കുന്നവരും നിദ്രപ്രാവശ്യമുള്ള എല്ലാവരെയും പാതാളത്തിന്റെ കരയിക്കുന്നവരും മരണവിദ്യാൽ മരിച്ചുപോയവരെ പുനരുത്ഥാനം കൊണ്ട് നവീനമാക്കി അനുഗ്രഹിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും വീടുപോയിട്ടുള്ളവർക്ക് ആശ്വാസം പ്രത്യാശയും നൽകിയവരുമായ വിശികാതപുരാന് തന്റെ ദാസിയുടെ സമയം നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസത്തിലും സ്തുതി ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും
മനുഷ്യവർഗത്തെ ഉണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയിച്ചുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയുടെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പന പ്രമാണത്തിലുള്ള എല്ലാ പുണ്യവതികളോടും വിശ്വതികളോടെ ചേരുകയും മാതാക്കന്മാരോട് ഇവിടെ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരണമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷ പരിപൂർണമായ വെളിച്ചത്തിലും കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും വിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസിന്റെയും നിത്യയുടെയും ഭവനത്തിൽ വസിക്കുകയും പുതിയ ആസ്വദിന്റെയും ആത്മസന്തോഷത്തെയും കേൾക്കുകയും ചെയ്യുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാമോചനവും നിന്റെ അടുത്തേറി വീണ്ടെടുക്കുന്നതിനാൽ അറിയാതെയും മനസ്സോട് മനസ്സൂടാതെ ചെയ്തുപോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ സമൂഹത്തിനാൽ നിങ്ങൾ കൈക്കൊള്ളപ്പെടുവാനുള്ള യാത്ര ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിലെ സ്തുതിപാടുകയും നിന്റെ സന്തോഷ പ്രകാശവും കൂടാതെ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വപ്നങ്ങളായിത്തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് പിതാവിനും പരിശുദ്ധമായും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
ഉന്നതമണവാളൻ ഉദിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും മഹത്വം നാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയമാതാവിനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മകനായ കുറിച്ച് ദുഃഖിക്കുന്നവരെ ഞങ്ങളെ പ്രത്യേകമായ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർ നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പ്രിയമാതാവും അവകാശിയാകുന്ന പ്രത്യാശിക്കുന്നേ ഞങ്ങൾ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനാകണമേ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ കർത്താവേ, നീ ആദരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഉന്നതത്തിൽ നിന്ന് വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത എല്ലാവരും അവനവന്റെ മനുഷ്യനെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണത്തിൽ എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കഴിയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോ ഒരുത്തനുമില്ല. അയലിന്റെ അധികാരം വിട്ടു പോവാനും
എന്നാൽ സഹോദരനെ നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കണ്ടവരെ അങ്ങനെ തന്നെ അവരോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വരത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനായ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവൻ രക്ഷയെ പ്രസംഗിച്ചറിയിക്കുന്നവർ താഴ്ചയായ ജീവൻ നൽകുന്ന പ്രസംഗമായ പ്രകർത്താവ് യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ഏവങ്കേലിയോൻ. നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നടപടികാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. സുഖരാജ്യങ്ങളുടെ ദിവ്യക്ഷീലെടുത്ത് മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരുടെ സദസ്യമാകുന്നു. എന്നാൽ അവർ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദിവ്യക്ഷീലെടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദിവ്യക്ഷീകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രി മണവാളൻ വരുന്നു. എതിരേൽപ്പിന് പുറപ്പെടുകയെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യക്ഷകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദിവ്യക്ഷകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുകയില്ലെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാഞ്ഞു വരാതിരിക്കാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊണ്ടിരുന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കുമോ മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവർ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയാറുണ്ട്. ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരികളായി സോനെന്ന് പ്രതിവാക്കുമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധ്യാനമുള്ളവനുമായ മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാതമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതമാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള ആ കതിരുകളെയും കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ദേവാലയത്തിലെ ശുശ്രൂഷയുടെ ഗുണമാകുന്നു. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥന മൂലം സംബന്ധിച്ച ഇവരോടുകൂടെ നന്ദി അറിയിക്കട്ടെ. ലോകത്ത് നൽകിയ നന്ദിയായ എല്ലാ വൈദികരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ യാത്ര പറഞ്ഞ ശരീരം സെമിട്രിയിലേക്ക് നാം കൊണ്ടുപോകുന്നതാണ്. കുറേ ഒരു കാലം ആരംഭിക്കും. ആ സമയത്ത് യാത്രയിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു കാണാം. അതിനുശേഷം സെമിട്രിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ ബുദ്ധിമുട്ടായിരിക്കും താക്കാൻ. ഇവിടെ വെച്ചാണ് കണ്ട് കാത്തു സോദരരെ എന്നിങ്ങനെ വർഗകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറും മേനിയാകെ കഴിഞ്ഞു ദ്രവിച്ചിടുന്നു. എത്ര ജ്ഞാനിയും എത്രയാചാരിയും എത്ര ശക്തനും എത്രയാശക്തനും ഏവരെയും ഒരുപോലെ ഭീതിയേറും ഈ മരണം. ആദാം തൊട്ടിതുവരെയും ഭൂതലത്തിൽ വാണിടുന്നു. മാനിച്ചവളെ മണ്ണിനെ അയക്കുന്നു. സ്നേഹിച്ചവളെ ചോരത്തോടടക്കുന്നു. സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ ഉറയിടുന്നു. ൂഴിക്കും മുഴുവനും ഇരയാവാനയക്കുന്നു. നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോശവും എന്നേക്കും ഞങ്ങൾ നിന്നെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. രണ്ടും കൂടെ ഭാരതത്തോട് അങ്ങോട്ട് പഠിച്ചിട്ടാണ് ചോദിക്കാം. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അല്ലിച്ചതുവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തി നിൽക്കുന്നുള്ള പ്രത്യാശയോട്
ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറുകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ ദേശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിരണങ്ങളോടുകൂടി നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കൽപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഓരോ യേശുമശിഹായേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ഇടയ്ക്ക് ഇറക്കി കൊണ്ടുവന്നു. സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുവെന്നെ സംബന്ധിച്ചുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വന്യപ്പെട്ടക്കാരോടുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെ പേരിലും കോയിൽ കുടുംബത്തിന്റെ പേരിലും അറിയിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം വന്ന് സമ്മതിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അറിയിക്കട്ടെ. ഇപ്പോൾ ഈ അടപ്പ് വെച്ച് മുകളിൽ എല്ലാവർക്കും റിഫ്രഷ്മെന്റ് കരുതിയിട്ടുണ്ട്. അതിലും എല്ലാവരും പങ്കെടുക്കുമെന്ന് അറിയിക്കും. മക്കളെ നിങ്ങൾ അങ്ങോട്ട് കയറി അവിടെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി ഇവിടെ നിൽക്കുന്നവരൊക്കെ അങ്ങോട്ട് മാറിക്കാം. ഞാൻ പറഞ്ഞു തരാം. അനിയ തലയുടെ അവിടെ ഒരാൾ നിൽക്കണം. അത് ആരാ നിൽക്കുന്നത്? ഇവിടെ ഒരാൾ നിൽക്കുന്ന ആരാ? രണ്ടുപേരൊന്നും ഇനി കയറ് രണ്ടുപേര് പിടിക്കുന്ന. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താട്ടെ. ഇല്ലില്ല ഇല്ല, ഈ കയറും കൊണ്ട് അപ്പുറത്ത് നിങ്ങളൊക്കെ കിട്ടുമോ? അപ്പുറത്തെ കൊടുത്താൽ അപ്പുറത്തെ കൊടുത്താൽ ഇല്ലല്ല, ബുക്കൊക്കെ തരാം. കയറ് കൊടുക്ക. ഞാൻ പറയുന്ന പോലെ കേട്ടോ. കയറ് കൊടുത്തേ. കയറ് കൊണ്ട് നിങ്ങൾ പിടിച്ചാൽ മതി. ചെറുതായി അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് വെച്ച് കയറ തൂക്കിക്ക്. കയറ മാത്രം പിടിക്കാം.
വന്നപ്പോഴേ അറിയത്തില്ല നമ്മൾ വന്നു. അത് ശരി. പറഞ്ഞു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു ഏറെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു എനിക്കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ.
പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. ഇന്നു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെൻ്റെ മണവാളൻ സന്നിധവും. പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെൻ്റെ മണവാളൻ സന്നിധവും.